നമസ്കാരം, BBC ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക്. വണ്ണപ്പുറം 40 ഏക്കറിൽ സംസ്ഥാന പാതയുടെ ഭാഗമായി കലിംഗ് അതീവ അപകടാവസ്ഥയിൽ ദിവസേന ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന ഇവിടെ കലിംഗിന്റെ കോൺക്രീറ്റ് ദ്രവിച്ച് അടർന്നു മാറിയിട്ടും ഉദ്യോഗസ്ഥർ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്ന് നാട്ടുകാർ ആരോപിച്ചു. കരിമണ്ണൂർ റോയൽ ലയൺസ് ക്ലബിന്റെ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും പുതിയതായി ചേർന്ന അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയും കുടുംബയോഗവും വനിതാ ഫോറം രൂപീകരണവും നടന്നു. പ്രസിഡന്റായി ജോസഫ് മാത്യു വടക്കേൽ, സെക്രട്ടറിയായി ജോയി ജോസഫും ട്രഷററായി ഷൈജൻ ടിആറും സ്ഥാനമേറ്റു. പൂച്ച ചത്തുകിടന്നറിയാതെ ആ വെള്ളം ഉപയോഗിച്ച് ഭക്ഷണം പാകം ചെയ്ത് വിൽപ്പന നടത്തിയെന്ന് കരുതുന്ന വണ്ടിപ്പെരിയാർ ടൗണിലെ 5 വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചിടാൻ പഞ്ചായത്ത് ആരോഗ്യവകുപ്പ് അധികൃതർ നിർദ്ദേശം നൽകി. ജോയിന്റ് കൗൺസിൽ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വെള്ളിയാമറ്റം പഞ്ചായത്തിൽ പച്ചക്കറി കൃഷി ആരംഭിച്ചു. ജോയിന്റ് കൗൺസിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് VK ജിൻസ് പച്ചക്കറി കൃഷിയുടെ ഉദ്ഘാടനം നടത്തി. മൂലമറ്റം ബിഷപ്പ് വയൽ മെഡിക്കൽ സെന്റർ സുവർണ ജൂബിലിയുടെ ഭാഗമായി വിപുലീകരിച്ച് പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റി പ്രവർത്തനം ആരംഭിച്ചു. തിരുഹൃദയ സന്യാസി സ്ഥാപക പിതാവായ ധന്യൻ കതിലക്കാട്ടിൽ മത്തായച്ചന്റെ നാമത്തിൽ സ്ഥാപിച്ചിരിക്കുന്നതാണ് ഈ കെട്ടിടം. വാർത്തകൾ വിശദമായി. വണ്ണപ്പുറം 40 ഏക്കറിൽ സംസ്ഥാന പാതയുടെ ഭാഗമായ കലിംഗ് അതീവ അപകടാവസ്ഥയിൽ ദിവസേന ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന ഇവിടെ കലിംഗിന്റെ കോൺക്രീറ്റ് ദ്രവിച്ചടർന്നു മാറിയിട്ടും ഉദ്യോഗസ്ഥർ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്ന് നാട്ടുകാർ ആരോപിച്ചു. ആലപ്പുഴ മധുര സംസ്ഥാന പാതയിലെ 40 ഏക്കർ പെട്രോൾ പമ്പിന് സമീപമുള്ള കലിംഗ് അതീവ അപകടാവസ്ഥയിൽ. കലിംഗിന്റെ അടിവശത്ത് വാർക്കടർന്നു വീണ് കമ്പികളെല്ലാം തുരുമ്പെടുത്ത് ദ്രവിച്ചിരിക്കുകയാണ്. കലിംഗ് റോഡും ചേരുന്നിടത്തുള്ള ഭിത്തി വിണ്ടുകീറി അടർന്നു മാറിയ നിലയിലുമാണ്. ആദ്യകാലങ്ങളിൽ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടിയാണ് ഇവിടെ കുഴി രൂപാന്തരപ്പെട്ടത്. അധികൃതരെ വിവരമറിയിച്ച് ഉടനെ അവർ കുഴി അടയ്ക്കുകയും ചെയ്തു. എന്നാൽ ഇത് വീണ്ടും കുഴി രൂപാന്തരപ്പെടുകയാണ് ഉണ്ടായത്. 20 വർഷത്തിലധികം പഴക്കമുള്ള കലുങ്കാണ് ഇത്. കലുങ്ക് പണിയുന്ന കാലത്ത് ഇതുവഴി വാഹന ഗതാഗതം കുറവായിരുന്നു. എന്നാൽ സംസ്ഥാന പാതയായതോടുകൂടി ബസ്സുകളും ടോറസുകളും അടക്കം നിരവധി ഭാരവാഹനങ്ങളും ഇതുവഴി സർവീസ് നടത്തുന്നുണ്ട്. ഈ വളവിൽ അപകടാവസ്ഥ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കാളിയാർ പോലീസും ഗ്രാമപഞ്ചായത്തും റിപ്പോർട്ട് നൽകിയിരുന്നു. പൊതുമരാമത്ത് അധികൃതർ ഇവിടെ വന്ന് പരിശോധിച്ചു പോയതല്ലാതെ യാതൊരു നടപടിയും ഇല്ലെന്ന് നാട്ടുകാർ പറയുന്നു. പാലം ഭയങ്കര അപകടാവസ്ഥയിലാണ്. നിരവധി ടിപ്പർ ലോറികളും വാഹനങ്ങളും ഇതിലെ പോകുന്നതാണ്. പാലം വണ്ടി പോകുമ്പോൾ കുലുങ്ങുന്നുണ്ട്. പല ഉദ്യോഗസ്ഥന്മാരോടും പറയുകയും കാണിക്കുകയും ഒക്കെ ചെയ്താണ്. ഇതുവരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. പഴയ പാലത്തിന് ഒരു കംപ്ലൈൻറ്റും ഇല്ല. പുതിയതായിട്ട് പണിത പാലമാണ് കംപ്ലൈൻറ്റ് വന്നേക്കുന്നത്. 2 പാലമാണത്. പഴയ പാലത്തിന് ഒരു കംപ്ലൈൻറ്റും ഇല്ല. പുതിയ പാലമാണ് പോയേക്കുന്നത്. കൂടാതെ കനത്ത മഴയും കുത്തൊഴുക്കും കലിംഗിന് കൂടുതൽ ബലക്ഷയം വരുത്തിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, വണ്ണപ്പുറം. വയനാട്ടിൽ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് മുലയൂട്ടാനും സഹായങ്ങൾ നൽകാനും ഉറച്ച ഇടുക്കിയിൽ നിന്നും ഒരു കുടുംബം. ഉപ്പുതറ പാറേക്കര സജിനും ഭാര്യ ഭാവനയുമാണ് വയനാട്ടിലെ ദുരിതബാധിത പ്രദേശത്തേക്ക് യാത്ര തിരിച്ചത്. ഇതേക്കുറിച്ച് ഒരു റിപ്പോർട്ട്. വയനാട്ടിൽ ഉരുൾപൊട്ടലിൽ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട മുലപ്പാൽ ലഭിക്കാതെ ദുരിതമനുഭവിക്കുന്ന കുഞ്ഞുങ്ങളുടെ ദുരിതം വാർത്താ ചാനലുകൾ വഴിയാണ് സജിന്റെ ഭാര്യ ഭാവന അറിഞ്ഞത്. ഈ കുഞ്ഞുങ്ങളുടെ വിഷമം തന്റെ വിഷമമായെടുത്ത് ഭർത്താവ് സജിനുമായി പങ്കുവച്ചു. ഭാവനയ്ക്ക് നിരാലംബരായ കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ നൽകാനുള്ള മനസ്സിന് പൂർണ്ണ പിന്തുണയും നൽകി. തീരുമാനം നവമാധ്യമങ്ങളിൽ ഷെയർ ചെയ്തു. നിരവധി ഫോൺ കോളുകൾ വരികയും ഉടൻ യാത്ര തിരിക്കുകയുമായിരുന്നു. 2 മക്കളുള്ള ഭാവനയ്ക്ക് കുഞ്ഞുങ്ങളുടെ വേദന തിരിച്ചറിയാൻ കഴിഞ്ഞു. ഞാൻ 2 കുഞ്ഞുങ്ങളുടെ അമ്മയാണ്. അപ്പോൾ അമ്മയില്ലാതെയാകുന്ന കുഞ്ഞുങ്ങളുടെ അവസ്ഥ അറിയാം. അതുകൊണ്ടാണ് ഞാനിതിന് തയ്യാറായത്. അപ്പോൾ ഹസ്ബൻഡിനോട് ചോദിച്ചപ്പോൾ ഹസ്ബൻഡ് സപ്പോർട്ടായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ തീരുമാനമെടുത്തു. കുഞ്ഞുങ്ങൾക്ക് മുലയൂട്ടാമെന്നുള്ളൊരു തീരുമാനം എടുത്തതാണ്. അനാഥരായ കുഞ്ഞുങ്ങളുടെ വിശപ്പകറ്റാനെങ്കിലും കഴിയുന്നത് പുണ്യമായാണ് കരുതുന്നത്. അമ്മ നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് തൽക്കാലത്തേക്കെങ്കിലും അമ്മയാകാനും കഴിയും. ന്യൂസുകളിൽ നമ്മൾ വയനാട്ടിലെ പ്രശ്നങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും. അപ്പോൾ വയനാട്ടിൽ ഒത്തിരി കുടുംബങ്ങൾ മണ്ണിനടിയിലായിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ചെറിയ കുട്ടികളൊക്കെ രക്ഷപ്പെട്ട് കിട്ടിയിട്ടുണ്ട്, അവരുടെ മാതാപിതാക്കളെ നഷ്ടപ്പെട്ട്. അപ്പോൾ അങ്ങനെയുള്ളവരെ സഹായിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇങ്ങനെയൊരു തീരുമാനമെടുത്തത്. ഞങ്ങൾ കുഞ്ഞുങ്ങൾക്ക് മുലയൂട്ടി ഈ കാര്യങ്ങൾ നീക്കേണ്ട കുഞ്ഞുങ്ങളെ ആ രീതിക്ക് വൈഫൈന് തയ്യാറായിട്ടാണ് ഞങ്ങളിപ്പോൾ വയനാട്ടിലേക്ക് തിരിക്കുന്നത്. വയനാട്ടിലെ ദുരന്തഭൂമിയിലേക്ക് സ്വന്തം പിക്കപ്പിൽ സ്വന്തം ചിലവിൽ രാത്രി 11:30 യാത്ര തിരിച്ചത്. ഇവരുടെ മനസ്സിനെ കേരള ജനത ഒന്നാക്കി അഭിനന്ദിക്കുകയാണ്.
ന്യൂസ് ബ്യൂറോ, ഇടുക്കി. കരിമണ്ണൂർ റോയൽ ലയൺസ് ക്ലബിന്റെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും പുതിയതായി ചേർന്ന അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയും കുടുംബയോഗവും വനിതാ ഫോറം രൂപീകരണവും നടന്നു. കരിമണ്ണൂർ സമൃദ്ധി റിസോർട്ട് ഹാളിൽ ചേർന്ന യോഗത്തിൽ ഡിസ്ട്രിക്ട് 318C സെക്കൻഡ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണറായ ജയേഷ് VS സത്യവാചകം ചൊല്ലിക്കൊടുത്തു. പ്രസിഡന്റായി ജോസഫ് മാത്യു വടക്കേൽ, സെക്രട്ടറിയായി ജോയി ജോസഫും ട്രഷററായി ഷൈജൻ TR സ്ഥാനമേറ്റു. കരിമണ്ണൂർ റോയൽ ലയൺസ് ക്ലബിന്റെ 2024-2025 വർഷത്തെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും പുതിയതായി ചേർന്ന അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയും കുടുംബയോഗവും വനിതാ ഫോറം രൂപീകരണവും കരിമണ്ണൂർ സമൃദ്ധി റിസോർട്ട് ഹാളിൽ സംഘടിപ്പിച്ചു. ചടങ്ങിൽ ക്ലബിന്റെ ഒരാൾക്കൊരു വീടെന്ന സേവന പദ്ധതിയുടെ ആദ്യ സാമ്പത്തിക സഹായം തൊടുപുഴ ലയൺസ് ക്ലബ് റീജിയണൽ ചെയർമാൻ ജെയ്സ് ജോൺ കുടുംബനാഥിക്ക് നൽകി ഉദ്ഘാടനം നിർവഹിച്ചു. പ്രസിഡന്റായി ജോസഫ് മാത്യു വടക്കേലും സെക്രട്ടറിയായി ജോയി ജോസഫും ട്രഷററായി ഷൈജൻ TR സ്ഥാനമേറ്റു. നമുക്ക് വളരെ മാനസികമായിട്ടും ഒക്കെ യോജിച്ച് പോകാൻ പറ്റുന്ന, എങ്ങനെയെങ്കിലും മെമ്പർഷിപ്പ് ചേർക്കുക എന്നല്ല, നമുക്ക് സഹകരിച്ച് പോകാൻ പറ്റുന്ന കുറച്ച് പ്രതിബദ്ധതയുള്ള, സമൂഹത്തിലെ ആൾക്കാർ മറ്റുള്ളവരെല്ലാം അംഗീകരിക്കുന്ന, ഒരുതും കൊള്ളാവുന്ന ആൾക്കാർ മാത്രമേ നമ്മുടെ ക്ലബിലേക്ക് സ്വാഗതം ചെയ്തിട്ടുള്ളൂ. അങ്ങനെ നിരവധി ആൾക്കാർ നമ്മുടെ ക്ലബിലേക്ക് വരാൻ തീരുമാനിച്ചിട്ടുണ്ട്. അവർ പലരും താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അവരുടെ എല്ലാം അപേക്ഷ കൊടുക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ക്ലബിലെ മറ്റു മെമ്പർമാരുടെ എല്ലാവരുടെയും പിന്തുണ ഉണ്ടെങ്കിൽ വരും കാലങ്ങളിൽ നമുക്ക് കൂടുതൽ അംഗങ്ങളെ ചേർക്കാനും നല്ല രീതിയിൽ ഒരു സജീവമായി നിൽക്കുന്ന ഒരു ക്ലബ്ബായി നമുക്ക് മാറ്റിയെടുക്കാനും നമുക്ക് സാധിക്കും. അതായത് ഈ റോയൽ ക്ലബിന് ഇതിനു മുമ്പ് ഒരു വനിതാ പാർട്ടിസിപ്പേഷൻ ഉണ്ടായിട്ടില്ലായിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. ശരിയാണോ എന്നറിയില്ല. എന്തായാലും അതങ്ങനെ അവർ മുന്നോട്ട് വെച്ചത് ഇവരുടെ ഫുൾ സപ്പോർട്ടിന് വേണ്ടിയിട്ടായിരിക്കും, അല്ലെങ്കിൽ ലയൺസ് ക്ലബ് ഓഫ് കരിമണ്ണൂർ റോയലിൻ്റെ ഒരു സപ്പോർട്ടിങ്ങിന് വേണ്ടിയിട്ടായിരിക്കും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അത് തന്നെയായിരുന്നു നമ്മുടെ ഒരു പ്ലഡ്ജും ഇവിടെ നടത്തിയത്. അപ്പോൾ അതിനുവേണ്ടി ഈ ലയൺസ് ക്ലബിൻ്റെ ഓരോ മെമ്പേഴ്സും, വനിതാ മെമ്പേഴ്സും, ഓരോ ലയണസും എൻ്റെ കൂടെ ഉണ്ടാവും. അല്ലെങ്കിൽ നമുക്ക് ഫുൾ സപ്പോർട്ട് ഇവർക്ക് നൽകണമെന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഈ പിന്ന് ധരിച്ചുകൊണ്ട് വേണം ഇനി അടുത്തുള്ള എല്ലാ മീറ്റിങ്ങും വരുമ്പോൾ നിങ്ങൾ വരാനായിട്ട്. ഇവിടെയാണ് ചെറിയൊരു പ്രശ്നം. നമ്മൾ പുതിയ അംഗങ്ങളെ റെഡി. ലിജു ഷൈജൻ പ്രസിഡന്റ്, ബെറ്റ്സി ജോയ് സെക്രട്ടറി എന്നിവരാണ് വനിതാ ഫോറം ഭാരവാഹികൾ. 20-അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെയാണ് തിരഞ്ഞെടുത്തത്. ഡിസ്ട്രിക്ട് 318C സെക്കൻഡ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണറായ ജയേഷ് VS സത്യവാചകം ചൊല്ലിക്കൊടുത്തു. Accept membership in this Lions Club of Karimannur Royal, knowing that the membership obligated me to participate in all the functions of the club. കോവിഡ് എന്ന മഹാമാരിക്ക് ശേഷം നമ്മുടെ പ്രസ്ഥാനം മനസ്സിലാക്കി നമ്മുടെ മുതിർന്നവരിലും കുട്ടികളിലും അതുപോലെ തന്നെ മധ്യവയസ്കരിലുമൊക്കെയുള്ള മനോബലം നേരെ താഴേക്ക് വരുന്നു. പുതിയൊരു വേർഡ് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടെങ്കിലും നമ്മൾ അനുഭവിച്ചൊരു കാര്യമാണ് ഡിപ്രഷൻ. അതുകൊണ്ട് തന്നെ പ്രസ്ഥാനം ഇന്ന് ഏറ്റവും കൂടുതൽ മുൻകൂട്ടി നൽകുന്ന മറ്റൊരു മേഖല കൂടിയുണ്ട്. നമ്മൾ സേവനമനുഷ്ഠിക്കേണ്ടായ മറ്റൊരു മേഖലയാണ്, മറ്റൊന്നുമല്ലാതെ മെൻ്റൽ ഹെൽത്താണ്. ഇങ്ങനെ ഈ 9ഓളം വരുന്ന പ്രധാനപ്പെട്ട ഏരിയകൾ നമുക്ക് സെർവ് ചെയ്യണമെങ്കിൽ നമ്മുടെ പ്രസ്ഥാനത്തിന് ആവശ്യം കരുത്തുള്ള ലീഡർഷിപ്പും അതുപോലെ തന്നെ കരുത്തുള്ള മെമ്പേഴ്സിനെയുമാണ് ആവശ്യം. ലീഡർഷിപ്പിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രസ്ഥാനത്തിൽ ഇൻ്റർനാഷണൽ ലെവലിലും മൾട്ടിപ്പിൾ ലെവലിലും ഡിസ്ട്രിക്ട് ലെവലിലുമൊക്കെ നമുക്ക് ധാരാളം ലീഡേഴ്സ് ഉണ്ട്. പക്ഷേ നമ്മൾ സാധാരണ ക്ലബ്ബ് ലെവലിലേക്ക് ഇറങ്ങി വന്നു കഴിയുമ്പോൾ ഓരോ വർഷവും കണ്ടെത്തേണ്ടതായിട്ട് പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർമാരെയൊക്കെ കണ്ടെത്തേണ്ട ഒരു അവസരത്തിൽ നമ്മൾ അത് കണ്ടെത്താനായി ഒത്തിരിയേറെ പാടുപെടുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. അതുകൊണ്ട് തന്നെ പ്രസ്ഥാനം ഇന്ന് ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകുന്ന ഒരു ഏരിയയാണ് ലീഡർഷിപ്പ്, അതുപോലെ മെമ്പർഷിപ്പ്. ഞങ്ങൾ ഇൻസ്റ്റേഷന് പോകുമ്പോൾ ഒരു കാരണവശാലും ഈ മേഖലകളല്ലാതെ വേറെ ഒരു മേഖലയും സംസാരിക്കേണ്ട എന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ ഇൻസ്ട്രക്ഷൻ. അപ്പോൾ ഞാനീ പറഞ്ഞ മാതിരി ലീഡർഷിപ്പിലേക്ക് നമ്മുടെ ജനങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ മെമ്പേഴ്സ് വരണമെങ്കിൽ നമ്മുടെ ക്ലബിൽ അതിനുള്ള അവസരങ്ങളുണ്ടാകും. ക്ലബിൽ നടക്കുന്ന കഴിഞ്ഞൊരു വർഷം നിരവധി പ്രോഗ്രാംസും പ്രോജക്ട്സുമാണ് ലയൺസ് ക്ലബ് ഓഫ് കരിമണ്ണൂർ റോയൽസ് നടത്തിയിട്ടുള്ളത്. പക്ഷേ ചില സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ട് അതൊന്ന് ഡിസ്ട്രിക്ട് തലത്തിലേക്ക് എത്തിക്കാനോ മൾട്ടിപ്പിൾ തലത്തിലേക്ക് എത്തിക്കാനോ സാധിച്ചിട്ടില്ല. തീർച്ചയായിട്ടും അത് ഈ ഒരു വർഷം അതിന് മാറ്റമുണ്ടാവും. നല്ല രീതിയിൽ തന്നെയാണ് ഈ വർഷത്തെ എല്ലാ കുതിച്ചുയർപ്പും നടന്നിട്ടുള്ളത് എന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ഇനി വരുന്ന കാലഘട്ടങ്ങളിൽ നല്ല ലീഡേഴ്സിനെ വാർത്തെടുക്കുന്നതിന് വേണ്ടി കരിമണ്ണൂർ റോയൽസിൻ്റെ ഭാഗത്തൊരു ശ്രമം ഉണ്ടാകണമെന്നൊരു അഭ്യർത്ഥന എനിക്ക് ആദ്യമായിട്ടുണ്ട്.
സൈജൻ സ്റ്റീഫൻ മുഖ്യപ്രഭാഷണം നടത്തി. റൂബിൻ ജോസഫ് അധ്യക്ഷത വഹിച്ചു. സെക്കൻഡ് വൈസ് പ്രസിഡന്റ് ബൈജു ജോർജ് സ്വാഗതം ആശംസിച്ചു. ജോൺ ടി.എ ഫ്ലാഗ് സല്യൂട്ടേഷൻ നടത്തി. നോബി സുദർശൻ, ഷാജു പി.വി, ജോയി ജോസഫ്, ഷൈജൻ ടി.ആർ എന്നിവർ ആശംസ നേർന്നു. ചടങ്ങിൽ പ്രതിഭകളെ മൊമന്റോ നൽകിയും സൂപ്പർ സീനിയറായ 4 അംഗങ്ങളെ പൊന്നാട അണിയിച്ചും ആദരിച്ചു. ഗ്രൂപ്പിന്റെ പാഠന പത്രമാണ്. अरे दीवाना मुझे पहचाना तेरे मधुना कन्नपुला कन्नलते नेजुपुला नेजुतिरते यानुपुला यानुगिरते तेजुपुला यानुगिरते ന്യൂസ് ബ്യൂറോ, കരിമണ്ണൂർ. വയനാട് പ്രകൃതി ദുരന്തത്തിൽ ദുരിതം അനുഭവിക്കുന്ന നിസ്സഹായരെയും വ്യാപാരികളെയും സംരക്ഷിക്കുന്നതിനായി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ആഹ്വാനപ്രകാരം രൂപീകരിച്ച ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായം സ്വീകരിക്കാൻ വണ്ണപ്പുറം യൂണിറ്റ് വ്യാപാരികളിൽ നിന്നും നേരിട്ട് സഹായം സ്വീകരിച്ചു. വയനാട്ടിലുണ്ടായിരിക്കുന്ന അതിഭീകരമായ ഉരുൾപൊട്ടലും മൂലം ദുരിതമനുഭവിക്കുന്ന ആളുകളെയും കച്ചവടക്കാരെയും സഹായിക്കുന്നതിനായി കേരളത്തിലെ വ്യാപാരി വ്യവസായികൾ സംസ്ഥാന പ്രസിഡന്റിൻ്റെ നിർദ്ദേശാനുസരണം കേരളത്തിലെ മുഴുവൻ യൂണിറ്റുകളിലും ഇന്ന് അങ്ങോട്ടുള്ള കളക്ഷൻ എടുക്കുകയാണ്. അതിൻ്റെ ഭാഗമായി വണ്ണപ്പുറം യൂണിറ്റിൽ നടക്കുന്ന കളക്ഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അവരെ പുനരധിവസിക്കുന്നതിനുള്ള പ്രക്രിയയുടെ ഭാഗമായാണ് ഇത് നടത്തപ്പെടുന്നത്. ഇതിലെല്ലാ വ്യാപാരി വ്യവസായികളുടെ അകമ്പടിച്ച പിന്തുണ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് അറിയിക്കുന്നവരുടെ അടുക്കൽ കൃത്യമായി ഈ ഫണ്ട് എത്തുന്നതിനുള്ള എല്ലാ സംവിധാനവും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചെയ്യും. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും ആത്മാർത്ഥമായ പിന്തുണ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പൂച്ച ചത്തുകിടന്നറിയാതെ ആ വെള്ളം ഉപയോഗിച്ച് ഭക്ഷണം പാകം ചെയ്ത് വിൽപ്പന നടത്തി എന്ന് കരുതുന്ന വണ്ടിപ്പെരിയാർ ടൗണിലെ 5 വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചിടാൻ പഞ്ചായത്ത് ആരോഗ്യവകുപ്പ് അധികൃതർ നിർദ്ദേശം നൽകി. കഴിഞ്ഞ ദിവസങ്ങളിൽ വണ്ടിപ്പെരിയാർ ടൗണിലെ ഈ കടകളിൽ നിന്നും ഭക്ഷണങ്ങൾ ഉൾപ്പെടെ കഴിച്ചിട്ടുള്ള ആളുകൾ പ്രതിരോധ കുത്തിവയ്പ്പിന്റെ ഭാഗമായി ആശുപത്രിയിൽ എത്തണമെന്നും ആരോഗ്യവകുപ്പ് അറിയിച്ചു. പൂച്ച ചത്തുകിടന്നതറിയാതെ വെള്ളം ഉപയോഗിച്ച് ഭക്ഷണം പാചകം ചെയ്ത് വിൽപ്പന നടത്തിയെന്ന് കരുതുന്ന വണ്ടിപ്പെരിയാർ ടൗണിലെ 5 വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചിടുവാൻ പഞ്ചായത്ത് ആരോഗ്യവകുപ്പ് അധികൃതർ നിർദ്ദേശം നൽകി. വണ്ടിപ്പെരിയാർ ടൗണിലെ സെൻട്രൽ ജംഗ്ഷനിൽ പഞ്ചായത്ത് വക കിണറ്റിൽ നിന്നും ജലം എടുത്തവർക്കാണ് അധികൃതർ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ബുധനാഴ്ച രാവിലെ 11 മണിയോടുകൂടിയാണ് ഒരാഴ്ച പഴക്കമുള്ള ചത്തപൂച്ചയെ കിണറ്റിൽ നിന്നും ചുമട്ടുതൊഴിലാളികൾ കണ്ടെത്തുന്നത്. ദുർഗന്ധം വമിച്ചതോടെ അന്വേഷിച്ചപ്പോഴാണ് പൂച്ചയും കുഞ്ഞും കിണറ്റിനുള്ളിൽ ചത്തുകിടക്കുന്ന നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് ഇവർ ചത്തപൂച്ചയെ വെളിയിൽ എടുക്കുകയും വെള്ളം വൃത്തിയാക്കുകയും ചെയ്തുവെന്നും പറയുന്നു. ഇതിനകത്ത് ഭയങ്കര നാറ്റമായിരുന്നു.
അപ്പോൾ എന്നാന്ന് പറഞ്ഞ് ഞങ്ങൾ ഈ ഷീറ്റിന് പുറത്ത് അപ്പുറത്ത് കയറി നോക്കിയപ്പോൾ അവിടെ പുറത്ത് ഒന്നുമില്ല. പിന്നെ ഞങ്ങൾ സംശയത്തിന് പുറത്താണ് ഈ കിണറ്റിൻ്റെ അകത്ത് നോക്കിയപ്പോൾ അതിൻ്റെ അകത്തൊരു പൂച്ച ചത്ത ഒരു 2-3 ദിവസം മേളാകുന്നു. അത് ദുർഗന്ധമായിട്ട് ഇപ്പോൾ നാളെ അതിൻ്റെ കൂടെ വെള്ളത്തിനകത്ത് കിടന്നത് പൊട്ടിത്തെറിച്ച് ഒഴിവായത്. ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് അതിൻ്റെ അകത്ത് താഴെ ഇറങ്ങിയ സാധനം എടുത്ത് കിണറൊക്കെ തേകി വെള്ളം ക്ലീനിങ് റെഡിയാക്കി കാടൊക്കെ വെട്ടി റെഡിയാക്കി വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട്. ഈ കടയിൽ നിന്ന് കടകളിൽ പോകുന്ന വെള്ളമാണല്ലേ? കടകൾക്കൊക്കെ പോകുന്ന വെള്ളമാണ്. 2-3 ഇപ്പം അതിന് പറയുന്ന ഒരു 10 മോട്ടർ അതിനകത്തുണ്ട്. ഞങ്ങൾ തന്നെയാണ് ചായ കുടിക്കുന്നത് കടകളിലൊക്കെ കയറി. അപ്പോൾ ഞങ്ങളത് വൃത്തിയാക്കി ഇടണമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ സ്വയമായിട്ട് തന്നെ അത് വൃത്തിയാക്കി. എന്നാൽ പിന്നീട് സംഭവം അറിഞ്ഞ് എത്തിയ ഗ്രാമപഞ്ചായത്ത് അധികൃതരും ആരോഗ്യ വിഭാഗം ജീവനക്കാരും ഈ വെള്ളം ഉപയോഗിച്ച് ഭക്ഷണം പാകം ചെയ്യുകയും വിൽപ്പന നടത്തുകയും ചെയ്തുവെന്ന് കരുതുന്ന കിണറിനു സമീപം പ്രവർത്തിക്കുന്ന ഹോട്ടൽ ഉൾപ്പെടെ ചെറുകിട ചായക്കിടകൾ അടച്ചിടാൻ അധികൃതർ നിർദ്ദേശം നൽകുകയും കിണർ വൃത്തിയാക്കാൻ നടപടി സ്വീകരിച്ചതിനൊപ്പം മുൻകരുതൽ നടപടിയുടെ ഭാഗമായി കടകൾ അടപ്പിക്കുകയും ചെയ്തു. ഈ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ ഭക്ഷണം കഴിച്ച മുഴുവൻ ആളുകളും വണ്ടിപ്പെരിയാർ സർക്കാർ ആശുപത്രിയിലെത്തി പരിശോധനകൾ നടത്തണമെന്നും എലിപ്പനിക്കെതിരായ മരുന്നുകൾ കഴിക്കണമെന്നും അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. പ്രധാനമായിട്ടും ഇപ്പോൾ ഈ ലിസ്റ്റ് ചെയ്ത ആൾക്കാർ CSCയിൽ വന്ന് പ്രതിരോധ മരുന്ന് ഡോക്സിസൈക്ലിൻ പ്രതിരോധ മരുന്നായിട്ട് കൊടുക്കും. അത് ഉപയോഗിക്കണം. പിന്നെ ആഹാരം കഴിച്ച ആൾക്കാരുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കി തരാനായിട്ട് എല്ലാ സ്ഥാപനങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. ആ ലിസ്റ്റിലുള്ളവരുടെ ഒരു നിരീക്ഷണത്തെ ഏതാനും ദിവസം നടത്തും. പിന്നെ ഇവർക്കെല്ലാം അവരുടെ സ്ഥാപനങ്ങളിലും അവരുടെ ടാങ്കുകളും എല്ലാം ക്ലീൻ ചെയ്യാനായിട്ട് ക്ലോറിനേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്ത് എല്ലാം ക്ലീൻ ചെയ്ത് വയ്ക്കാനായിട്ടുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. കിണർ ശരിയായ രീതിയിൽ ക്ലീൻ ചെയ്ത് ക്ലോറിനേറ്റ് ചെയ്ത് സൂപ്പർ ക്ലോറിനേഷൻ ആവർത്തിച്ച് ചെയ്യുന്ന മുറയ്ക്ക് പ്രവർത്തനങ്ങൾ തുടങ്ങാനായിട്ട് ഏതാനും ദിവസങ്ങൾക്കകം പ്രവർത്തനം തുടങ്ങാനായിട്ടുള്ള അനുമതി കൊടുക്കും. അടച്ചിട്ട കടകൾ ഇരട്ട ക്ലോറിനേഷൻ നടപടികൾ പൂർത്തിയാക്കി ആരോഗ്യവകുപ്പ് അധികൃതരുടെ നിബന്ധനകൾ പാലിച്ച് മാത്രമേ തുറന്ന് പ്രവർത്തിക്കാൻ അനുവദിക്കുകയുള്ളൂവെന്ന് പരിശോധനകൾക്ക് നേതൃത്വം നൽകിയ ഗ്രാമപഞ്ചായത്ത് അംഗം KA രഹ്നാസ്, പഞ്ചായത്ത് സെക്രട്ടറി അശോക് കുമാർ, ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരായ ഹെൽത്ത് സൂപ്പർവൈസർ അനിൽകുമാർ, ഹെൽത്ത് ഇൻസ്പെക്ടർ ജാസ്മിൻ, റൊണാൾഡോ എന്നിവർ അറിയിച്ചു. ഒരു പൊതു കിണറിലെ പൂച്ച ചത്തുവിടുന്നത് വൈകുന്നേരമാണ് അറിഞ്ഞ ഉടനെ തന്നെ നമ്മുടെ ഹെൽത്ത് സൂപ്പർവൈസറും പഞ്ചായത്ത് മെമ്പറുമായിട്ട് ഉപയോഗിച്ച എല്ലാ കടകളിലും വേണ്ട മാർഗ്ഗനിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഫുഡ് ഉള്ള കടകളിൽ എല്ലാം ക്ലോസ് ചെയ്തിട്ടുണ്ട്. അവിടെ ഫുഡ് ഉപയോഗിച്ച അല്ലെങ്കിൽ വെള്ളം ഉപയോഗിച്ച ആൾക്കാരുടെ ലിസ്റ്റ് നാളെ തന്നെ രാവിലെ നമ്മുടെ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ച് പ്രതിരോധ മരുന്നുകൾ ഹെൽത്ത് സൂപ്പർവൈസറും ആരോഗ്യ പ്രവർത്തകരും പറയുന്ന അനുസരിച്ച് ചെയ്യാൻ വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. VBC ന്യൂസ്, വണ്ടിപ്പെരിയാർ. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ അറക്കുളം ബ്ലോക്ക് വനിതാ സബ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. ബ്ലോക്ക് വനിതാ സബ് കമ്മിറ്റി കൺവീനർ സോഫിയാമ്മ ഫ്രാൻസിസ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കൗൺസിൽ അംഗം VN ജലകുമാരി സെമിനാർ ഉദ്ഘാടനം ചെയ്തു. KSTA മുൻ സംസ്ഥാന കമ്മിറ്റി അംഗം MM സീനത്ത് BV ടീച്ചർ മുഖ്യ പ്രഭാഷണം നടത്തി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ അറക്കുളം ബ്ലോക്ക് വനിതാ സബ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേരളത്തിന്റെ സാമൂഹ്യ സാംസ്കാരിക വളർച്ചയിൽ സ്ത്രീകളുടെ പങ്കെന്ന വിഷയത്തെ ആസ്പദമാക്കി അറക്കുളം ബ്ലോക്ക് പെൻഷൻ ഭവനിൽ സെമിനാർ സംഘടിപ്പിച്ചു. ബ്ലോക്ക് വനിതാ സബ് കമ്മിറ്റി കൺവീനർ സോഫിയാമ്മ ഫ്രാൻസിസ് അധ്യക്ഷത വഹിച്ചു. KSSPU സംസ്ഥാന കൗൺസിൽ അംഗം VN ജലജകുമാരി സെമിനാർ ഉദ്ഘാടനം ചെയ്തു. വ്യക്തിയാണ് ഏറ്റവും വലിയ അധ്യാപകൻ, അല്ലേ? അവിടെ നിന്ന് കിട്ടാത്ത ഒന്നും, അവിടെ നിന്ന് നാം തലമുറയ്ക്ക് കൈമാറ്റം ചെയ്യാൻ കഴിയാത്തതൊന്നും എന്താണ് ഒരു ഗവൺമെന്റിനോ ഒരു തദ്ദേശ സ്ഥാപനങ്ങൾക്കോ ഒന്നും ഉണ്ടാക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ സമൂഹത്തിന്റെ താളക്രമം നിയന്ത്രിക്കുവാനുള്ള ഉപാധിയാണ് കൂട്ടായ്മകൾ. ആരോഗ്യകരമായ കൂട്ടായ്മകൾ അനിവാര്യമായ ഒരു കെട്ട കാലത്തിലൂടെയാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. KSTA മുൻ സംസ്ഥാന കമ്മിറ്റി അംഗം MM സീനത്ത് BV ടീച്ചർ മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് PK സരസമ്മ, ബ്ലോക്ക് കമ്മിറ്റി അംഗം PR പുഷ്പവല്ലി, ബ്ലോക്ക് വനിതാ സബ് കമ്മിറ്റി അംഗം D ഗിരിജ എന്നിവർ പ്രസംഗിച്ചു. അറക്കുളം സൗത്ത് യൂണിറ്റ് അംഗവും കവയിത്രിയുമായ KB വിജയലക്ഷ്മി തന്റെ കവിത അവതരിപ്പിച്ചു. TV ഫിലോമിനാമ ഗാനം ആലപിച്ചു. മതത്തിന്റെ കോട്ടവാതിലുകൾ കൊട്ടിയടച്ചൊരു ലോകമേ, മതഭ്രാന്തിൻ ചെയ്തികൾ നോക്കിക്കാണുക ലോകമേ. എന്തിനായി പരസ്പരം പൊരുതുന്നു നമ്മൾ,
വിശ്വസിച്ചേടണമേ ലോകമതിലായി. സെമിനാറിനോടനുബന്ധിച്ച് ജില്ലാ ഹോമിയോ ആശുപത്രിയിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അനു ജോസഫ് പനിയുടെ പ്രതിരോധം എന്ന വിഷയത്തിൽ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. തുടർന്ന് സെമിനാറിൽ പങ്കെടുത്തവർക്കും ബന്ധുക്കൾക്കും സൗജന്യ പ്രതിരോധ മരുന്ന് വിതരണം ചെയ്തു. ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി KN സരസമ്മ സ്വാഗതവും വനിതാ സബ് കമ്മിറ്റി ജോയിന്റ് കൺവീനർ TK സരസ്വതിയമ്മ നന്ദിയും രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, മൂലമറ്റം. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഞങ്ങളും കൃഷിയിലേക്ക് പദ്ധതി പ്രകാരം ജോയിന്റ് കൗൺസിൽ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വെള്ളിയാമറ്റം പഞ്ചായത്തിൽ പച്ചക്കറി കൃഷി ആരംഭിച്ചു. വിളവെടുക്കുന്ന പച്ചക്കറികൾ ഓണത്തിനോടനുബന്ധിച്ച് അനാഥാലയങ്ങൾക്ക് നൽകാനാണ് ജോയിന്റ് കൗൺസിൽ ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നത്. ജോയിന്റ് കൗൺസിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് VK ജിൻസ് പച്ചക്കറി കൃഷിയുടെ ഉദ്ഘാടനം നടത്തി. ജില്ലാ സെക്രട്ടറി R ബിജുമോൻ മുഖ്യ പ്രഭാഷണം നടത്തി. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഞങ്ങളും കൃഷിയിലേക്ക് പദ്ധതി പ്രകാരം ജോയിന്റ് കൗൺസിൽ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വെള്ളിയാമറ്റം പഞ്ചായത്തിൽ പച്ചക്കറി കൃഷി ആരംഭിച്ചു. സംസ്ഥാനത്തെ മുഴുവൻ ജനവിഭാഗങ്ങളെയും കൃഷിയിലേക്ക് എത്തിച്ച് സുരക്ഷിത ഭക്ഷണത്തിലൂടെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുകയാണ് ഞങ്ങളും കൃഷി എന്ന പദ്ധതിയിലൂടെ സർക്കാർ ലക്ഷ്യം വെക്കുന്നത്. വെള്ളിയാമറ്റം എക്കാലയിൽ ജോർജിന്റെ 1/2 ഏക്കർ സ്ഥലത്ത് പാട്ടത്തിനെടുത്താണ് ഹൈബ്രിഡ് പച്ചക്കറി തൈകളായ മുളക്, പാവൽ, വെണ്ട, പീച്ചിങ്ങ, വഴുതന, തക്കാളി തുടങ്ങിയവയും ഏത്തവാഴ, ചേന എന്നിവയും കൃഷി ചെയ്തിരിക്കുന്നത്. തൈകൾ വെള്ളിയാമറ്റം കൃഷിഭവനിൽ നിന്നും സൗജന്യമായാണ് ലഭിച്ചത്. രാവിലെയും വൈകിട്ടും കൂടാതെ ഒഴിവുവരുന്ന ദിവസങ്ങളിലുമാണ് പ്രവർത്തകർ തൈകളെ പരിപാലിക്കാൻ സമയം കണ്ടെത്തുന്നത്. വിളവെടുക്കുന്ന പച്ചക്കറികൾ ഓണത്തിനോടനുബന്ധിച്ച് അനാഥാലയങ്ങൾക്ക് നൽകാനാണ് ജോയിന്റ് കൗൺസിൽ ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നത്. ജോയിന്റ് കൗൺസിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് VK ജിൻസ് പച്ചക്കറി കൃഷിയുടെ ഉദ്ഘാടനം നടത്തി. ഞങ്ങളും കൃഷിയിലേക്ക് എന്ന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിൻ്റെ പദ്ധതി ഓണത്തോടനുബന്ധിച്ച് സ്കൂൾ കുട്ടികൾ മുതൽ അംഗൻവാടി വരെ മുഴുവൻ ആബാലവൃദ്ധം ജനങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് സംസ്ഥാനത്ത് ഭക്ഷ്യസുരക്ഷ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടി വലിയ രീതിയിലുള്ള ഇടപെടലാണ് കൃഷി വകുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ജോയിൻറ്റ് കൗൺസിലിൻ്റെ ഇടുക്കി ജില്ലാ കമ്മിറ്റി വെള്ളിയാമറ്റം പഞ്ചായത്തിൽ ഏതാണ്ട് 40 സെൻറ്റോളം സ്ഥലം പാട്ടത്തിനെടുത്ത് കൃഷിഭവൻ്റെ സഹായത്തോടു കൂടി ജോയിൻറ്റ് കൗൺസിലിൻ്റെ ഇടുക്കി ജില്ലാ കമ്മിറ്റി വളരെ മാതൃകാപരമായിട്ടാണ് ഇവരൊരു പച്ചക്കറി കൃഷി ഉൽപ്പാദിപ്പിക്കുന്നത്. ജില്ലാ സെക്രട്ടറി R ബിജുമോൻ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ ജോയിന്റ് സെക്രട്ടറി AK സുഭാഷ്, വൈസ് പ്രസിഡന്റ് VM ഷൗക്കത്ത് അലി, മേഖലാ പ്രസിഡന്റ് NS ഇബ്രാഹിം, മേഖലാ കമ്മിറ്റി അംഗം CP ഗംഗാധരൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, വെള്ളിയാമറ്റം. മൂലമറ്റം ബിഷപ്പ് വയലിൻ മെഡിക്കൽ സെന്റർ സുവർണ ജൂബിലിയുടെ ഭാഗമായി വിപുലീകരിച്ച് പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റി പ്രവർത്തനം ആരംഭിച്ചു. തിരുഹൃദയ സന്യാസി സ്ഥാപക പിതാവായ ധന്യൻ കദളിക്കാട്ടിൽ മത്തായച്ചന്റെ നാമത്തിൽ സ്ഥാപിച്ചിരിക്കുന്നതാണ് ഈ കെട്ടിടം. പാലാ പ്രൊവിൻസിന്റെ കീഴിൽ വരുന്ന തിരുഹൃദയ സന്യാസികൾ നേതൃത്വം നൽകുന്ന ബിഷപ്പ് വയലിൻ മെഡിക്കൽ സെന്റർ ആധുനിക സംവിധാനങ്ങളോടെയാണ് വിപുലീകരിച്ചിരിക്കുന്നത്. പാവപ്പെട്ടവർക്ക് പ്രത്യേക സംരക്ഷണം നൽകുന്ന യൂണിറ്റും ഇവിടെ പ്രവർത്തിച്ചു വരുന്നു. ജോജി ജയ ഫോട്ടോസ് തയ്യാറാക്കിയ റിപ്പോർട്ട്. 1978 ഒക്ടോബർ 21 മൂലമറ്റത്തിന്റെ ഹൃദയഭാഗത്ത് രൂപീകരിച്ച സ്ഥാപനമാണ് ബിഷപ്പ് വയലിൻ മെഡിക്കൽ സെന്റർ. പാലാ പ്രൊവിൻസിന്റെ കീഴിൽ വരുന്ന തിരുഹൃദയ സന്യാസിനികളാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. ഈ ആതുരാലയത്തിന്റെ സുവർണ ജൂബിലിയോടനുബന്ധിച്ച് കൂടുതൽ മെച്ചപ്പെട്ട സേവനം ലഭ്യമാക്കുന്നതിന് വേണ്ടിയാണ് പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. തിരുഹൃദയ സന്യാസി സ്ഥാപക പിതാവായ ധന്യൻ കദളിക്കാട്ടിൽ മത്തായച്ചന്റെ നാമത്തിൽ സ്ഥാപിച്ചിരിക്കുന്നതാണ് ഈ കെട്ടിടം. ഒപ്റ്റാൽമോളജി, ഒപ്റ്റിക്കൽ ഷോപ്പ്, ഡെന്റൽ ഡിപ്പാർട്ട്മെന്റ്, ഓങ്കോളജി, പാവപ്പെട്ടവർക്ക് പ്രത്യേക സംരക്ഷണം കൊടുക്കുന്ന ജെറിയാട്രിക് കെയർ യൂണിറ്റ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എനേബിൾഡ് 96 സൈസിന്റെ CT തുടങ്ങിയ സംവിധാനങ്ങളോടെയാണ് സ്ഥാപനം വിപുലീകരിച്ചിരിക്കുന്നത്. അതിമനോഹരമായ ഒരു ദേവാലയം ഈ കെട്ടിടത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ ആനീസ് കൂട്ടിയാനിക്കലാണ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി വരുന്നത്. ഏതാണ്ട് 4 പതിറ്റാണ്ടായി ഇടുക്കിയുടെ മടിത്തട്ടിൽ പ്രൗഢിയോടെ നിലകൊള്ളുന്ന ഒരു ആതുര ശുശ്രൂഷ സ്ഥാപനമാണ് മൂലമറ്റം ബിഷപ്പ് വയലിൻ മെഡിക്കൽ സെന്റർ. പടിപടിയായുള്ള ഈ സ്ഥാപനത്തിന്റെ വളർച്ച ഏറെ ശ്ലാഘനീയമാണ്. ആത്മീയവും മാനസികവും ശാരീരികവുമായ സൗഖ്യം നൽകി ഇന്നും ഈ സ്ഥാപനം നിലകൊള്ളുന്നു. ആധുനിക ചികിത്സാ രംഗത്തെ രോഗനിർണയ പരിശോധനകൾക്ക് അനിവാര്യമായ സ്കാനിങ്ങിന് വേണ്ടി അതിനൂതനവും ലോകോത്തര നിലവാരവുമുള്ള 96 സ്ലൈസിന്റെ CT സ്കാൻ മൂലമറ്റം ബിഷപ്പ് വയലിൻ മെഡിക്കൽ സെന്ററിൽ പ്രവർത്തനം ആരംഭിച്ച വിവരം സന്തോഷം അറിയിച്ചുകൊള്ളുന്നു. ഫിസിയോതെറാപ്പി, ഓൺകോളജി,
ആൻഡ് ജെറിയാട്രിക് കെയർ യൂണിറ്റ്, അതായത് പ്രായമായവർക്ക് പ്രത്യേക ശുശ്രൂഷ നൽകി സംരക്ഷിക്കുന്ന ഭവനം. ന്യൂസ് ബ്യൂറോ, മൂലമറ്റം. വയനാട് ഉരുൾപൊട്ടൽ ദുരിതാശ്വാസ സാമഗ്രികൾ ശേഖരിക്കാനായി കളക്ഷൻ സെന്റർ പ്രവർത്തനം ആരംഭിച്ചു. നെല്ലിക്കുഴിയിൽ പ്രവർത്തിക്കുന്ന പീസ് വാലിയാണ് കളക്ഷൻ സെന്റർ ആരംഭിച്ചിട്ടുള്ളത്. നെല്ലിക്കുഴിയിൽ ആരംഭിച്ച കളക്ഷൻ സെന്ററിന്റെ ഉദ്ഘാടനം ആന്റണി ജോൺ MLA നിർവഹിച്ചു. വയനാട് ഉരുൾപൊട്ടൽ ദുരിതബാധിതർക്ക് ആശ്വാസം പകരാൻ ദുരിതാശ്വാസ സാമഗ്രികൾ ശേഖരിക്കുന്നതിനായി നെല്ലിക്കുഴിയിൽ പ്രവർത്തിക്കുന്ന പീസ് വാലി കളക്ഷൻ സെന്റർ പ്രവർത്തനം ആരംഭിച്ചു. നെല്ലിക്കുഴിയിൽ ആരംഭിച്ച കളക്ഷൻ സെന്ററിന്റെ ഉദ്ഘാടനം ആന്റണി ജോൺ MLA നിർവഹിച്ചു. വീട്ടുപകരണങ്ങൾ, പാത്രങ്ങൾ, പഠനോപകരണങ്ങൾ, വസ്ത്രം, ബെഡ് എന്നിവയാണ് പ്രധാനമായും ശേഖരിക്കുക. ദുരന്ത മേഖലയിലെ വ്യവസ്ഥാപിത സംവിധാനങ്ങളുമായി ചേർന്ന് ദുരിതാശ്വാസ സാമഗ്രികളുടെ വിതരണം നിർവഹിക്കും. പെരുമ്പാവൂരിലും നെല്ലിക്കുഴിയിലും കളക്ഷൻ പോയിന്റുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. വയനാട് മുണ്ടക്കയിൽ ഉരുൾപൊട്ടലിൽ ജീവൻ പൊലിഞ്ഞ തോട്ടം തൊഴിലാളികളടക്കമുള്ള 290ഓളം പേരുടെ വിയോഗത്തിൽ വണ്ടിപ്പെരിയാർ മൂങ്കലാർ ഹാരിസൺ മലയാളം പ്ലാന്റേഷനിലെ തൊഴിലാളികൾ ഒരു ദിനം ജോലി മുടക്കി അനുശോചിച്ചു. വയനാട് ചൂരൽമലയിലെയും മുണ്ടക്കയിലെയും HMN പ്ലാന്റേഷൻ വക തേയിലത്തോട്ടത്തിൽ ജോലിക്കാരായ തൊഴിലാളികളും ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരണമടഞ്ഞിരുന്നു. ഈ അവസരത്തിലാണ് ഒരേ മേഖലയിൽ തൊഴിലാളികളായിരുന്നവർക്കായി അനുശോചനം രേഖപ്പെടുത്തിയത്. തൊഴിലാളികൾക്കൊപ്പം വിവിധ ട്രേഡ് യൂണിയൻ ഭാരവാഹികളും രാഷ്ട്രീയ നേതാക്കളും പങ്കെടുത്തു. വയനാട് മുണ്ടക്കയിൽ ഉരുൾപൊട്ടലിൽ ജീവൻ പൊലിഞ്ഞ തോട്ടം തൊഴിലാളികൾ അടക്കമുള്ള 290ഓളം പേരുടെ വിയോഗത്തിൽ വണ്ടിപ്പെരിയാർ മൂങ്കലാർ ഹാരിസൺ മലയാളം പ്ലാന്റേഷനിലെ തൊഴിലാളികൾ ഒരു ദിനം ജോലി മുടക്കി അനുശോചിച്ചു. വയനാട് മുണ്ടക്കയിലുണ്ടായ ഉരുൾപൊട്ടലിൽ ജീവൻ നഷ്ടപ്പെട്ട 290ഓളം പേരിൽ വയനാട് ചൂരൽമല, മുണ്ടക്കൈ എന്നിവിടങ്ങളിൽ ഹാരിസൺ മലയാളം പ്ലാന്റേഷൻ വക എസ്റ്റേറ്റ് തൊഴിലാളികളും ഉണ്ടായിരുന്നു. പ്രകൃതി ദുരന്തം കവർന്ന മറ്റ് ജീവനുകൾക്കൊപ്പം ഒരേ മേഖലയിൽ ജോലി ചെയ്തു വന്നിരുന്ന തങ്ങളുടെ സഹപ്രവർത്തകർക്ക് കൂടിയാണ് വണ്ടിപ്പെരിയാർ മൂങ്കലാർ ഹാരിസൺ മലയാളം പ്ലാന്റേഷനിലെ തൊഴിലാളികൾ ഒരു ദിനം ഇവരുടെ തൊഴിൽ മുടക്കി ആത്മാക്കൾക്ക് നിത്യശാന്തി നേരുന്നതിനായി അനുശോചനം നടത്തിയത്. മൂങ്കലാർ 2ാം ഡിവിഷനിൽ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച കരിങ്കൊടി ഏന്തിയ മൗനജാഥയോടുകൂടിയാണ് അനുശോചന യോഗം സംഘടിപ്പിച്ചത്. മൗനജാഥ 1ാം ഡിവിഷനിൽ സമാപിച്ചതോടെ അനുശോചന യോഗം ആരംഭിച്ചു. PTT യൂണിയൻ ജനറൽ സെക്രട്ടറി M. തങ്കതുരൈ, പീരുമേട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് റോബിൻ കാരക്കാട്ട് തുടങ്ങിയവർ ഉരുൾപൊട്ടലിൽ ജീവൻ പൊലിഞ്ഞവർക്കായി അനുശോചനം അറിയിച്ച് സംസാരിച്ചു. എല്ലാം ഇന്ന് കഠിനമായ വനപ്രദേശവും കഠിനമായ മുറിയിൽ മഴ പെയ്തുകൊണ്ടിരിക്കக்கூடிய സന്ദർഭത്തിലും മക്കളെ காப்பாற்றுவதற்கான வேலைகளில் கேரள மாநிலத்தில் இருக்கக்கூடிய மாநில அரசும் மத்திய அரசினுடைய பட்டாளம் உள்பட எல்லா நிர்வாகத்தையும் உபயோகப்படுத்தி சிறப்பான முறையில் நிவாரணப் பணிகள் நடைபெறும். அதனுடைய பாகமாய் ஏதாண்டு கிட்டத்தட்ட 1800க்கும் அதிகமான மக்களை காப்பாற்றுவதற்கு இந்த காலையளவில் நாம் நடத்தப்படக்கூடிய நிவாரணப் பணிகள் வழி முடிந்திருக்கிறோம். അതുപോലെ ഉറവിനர்களെല്ലാം നഷ്ടപ്പെട്ട് അതിദാരുണമായ ദുരന്തത്തിൽ കേരളത്തിലെ ജനങ്ങൾ ആകമാനം ദുഃഖം രേഖപ്പെടുത്തുകയും വേദന രേഖപ്പെടുത്തുകയും ഒക്കെ ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് മൂങ്കലാറ്റിലെ തൊഴിലാളി സുഹൃത്തുക്കളുടെ നേതൃത്വത്തിൽ ഇതുപോലെ ഒരു അനുശോചന മൗന റാലിയും അനുശോചന യോഗവും നടക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം വയനാട്ടിലെ ആ ദുരന്തത്തിൻ്റെ വേദനയിൽ നിന്നും ആരും വിട്ടുമാറിയിട്ടില്ല എന്നുള്ളത് നമുക്കറിയാം. ഇപ്പോഴും അവിടെ രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. വാർഡ് മെമ്പർ ശിവൻകുട്ടി, PTT യൂണിയൻ ഭാരവാഹി R. രാംരാജ്, ജോൺസൺ എന്നിവർ തൊഴിലാളികളെ പ്രതിനിധീകരിച്ച് അനുശോചനം അറിയിച്ച് സംസാരിച്ചു. ഉരുൾപൊട്ടലിൽ ജീവൻ പൊലിഞ്ഞ സഹപ്രവർത്തകരുടെ ആത്മശാന്തിക്കായി തൊഴിലാളികൾ നിമിഷങ്ങളോളം പ്രാർത്ഥന നിരതരായി. VBC ന്യൂസ്, വണ്ടിപ്പെരിയാർ. കനത്തു പെയ്ത മഴയ്ക്ക് ഇന്ന് ശമനമുണ്ടായെങ്കിലും മഴ വീണ്ടും ശക്തി ആർജിക്കുമോ എന്ന ആശങ്ക ദേവികുളം താലൂക്കിന്റെ എല്ലായിടങ്ങളിലുമുണ്ട്. മഴ നാശം വിതച്ചതോടെ താലൂക്ക് പരിധിയിൽ 3 ഇടങ്ങളിൽ ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നിരുന്നു. പള്ളിവാസൽ പഞ്ചായത്തിലെ ചിത്തിരപുരം സർക്കാർ സ്കൂളിൽ പ്രവർത്തിക്കുന്ന ക്യാമ്പിൽ മാത്രം 35 പേരുണ്ട്. മഴയ്ക്ക് മാനം കറക്കുന്നതോടെ ക്യാമ്പിലുള്ളവരുടെ ആശങ്കയും വർദ്ധിക്കും. തിങ്കളാഴ്ച രാത്രിയിൽ പെയ്ത കനത്ത മഴയിൽ ദേവികുളം താലൂക്കിൽ പരക്കെ നാശം സംഭവിച്ചിരുന്നു.
പലയിടങ്ങളിലും മണ്ണിടിച്ചിലിൽ വീടുകൾ തകർന്നു. ഭാഗികമായി കേടുപാടുകൾ സംഭവിച്ച വീടുകളും ഉണ്ട്. മഴ മുന്നറിയിപ്പ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ജാഗ്രതാ നടപടികളുടെ ഭാഗമായി താലൂക്ക് പരിധിയിൽ 3ഇടങ്ങളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നു. മൂന്നാർ മൗണ്ട് കാർമൽ ചർച്ച് ഓഡിറ്റോറിയത്തിലും പള്ളിവാസൽ പഞ്ചായത്തിലെ ചിത്തിരപുരം സർക്കാർ സ്കൂളിലും അടിമാലി SNDP സ്കൂളിലുമാണ് ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നത്. ചിത്തിരപുരത്തെ ക്യാമ്പിൽ നിലവിൽ 7 കുടുംബങ്ങളിൽ നിന്നായി 35 പേരുണ്ട്. ഇതിൽ 8 കുട്ടികളും ഉൾപ്പെടുന്നു. രാത്രി തന്നെ അവിടെയുള്ള മുഴുവൻ ആളുകളെയും സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റി. മാത്രമല്ല, അന്ന് 10 മണിക്ക് ശേഷം ഈ പ്രദേശത്തുണ്ടായ മണ്ണിടിച്ചിലിൽ ഉണ്ടായ പ്രദേശങ്ങളെല്ലാം തന്നെ ആ ഒരു രാത്രി കൊണ്ട് തന്നെ അപകടാവസ്ഥയിലുള്ള ആളുകളെയൊക്കെ തന്നെ സുരക്ഷിതമാക്കാൻ വേണ്ടിയുള്ള ഒരു പ്രവർത്തനം ആ രാത്രി തന്നെ ഏതാണ്ട് ഒരു രാവിലെ 3 മണി വരെ ഈ ഒരു പ്രവർത്തനം നടത്തി നമുക്ക് മറ്റ് പ്രശ്നങ്ങളില്ലാതെ, മറ്റ് കാഷ്വാലിറ്റികളൊന്നും ഇല്ലാതെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കഴിഞ്ഞു. ഇപ്പം ഇവിടെ ചിത്രപുരത്ത് ക്യാമ്പ് ആരംഭിക്കുകയും ദുരിതാശ്വാസ ക്യാമ്പ് ആരംഭിക്കുകയും ഇവിടെ ഇപ്പോൾ 8 കുടുംബങ്ങളാണ് ഇവിടെ ഉള്ളത്. 35 പേരുണ്ട്, 8 കുട്ടികളുണ്ട്. മറ്റു കാര്യങ്ങളെല്ലാം റവന്യൂ വകുപ്പും അതുപോലെ തന്നെ പള്ളിവാസൽ ഗ്രാമപഞ്ചായത്തും മറ്റ് സന്നദ്ധ പ്രവർത്തകർ, യുവജന സംഘടനാ പ്രവർത്തകരെല്ലാം തന്നെ സജീവമായിട്ട് ഈ ക്യാമ്പും മറ്റു കാര്യങ്ങളെല്ലാം തന്നെ നല്ല നിലയിലുള്ള പള്ളിവാസൽ പഞ്ചായത്ത് പരിധിയിലെ 2ാം മൈൽ പാറപ്പുറം മേഖലയിൽ നിന്നുള്ള കുടുംബങ്ങളെയാണ് ക്യാമ്പിലേക്ക് മാറ്റിയിട്ടുള്ളത്. ഇതിൽ ഒരു കുടുംബം മണ്ണിടിച്ചിലിൽ വീട് പൂർണ്ണമായി നഷ്ടപ്പെട്ടവരാണ്. ഭയങ്കര വെള്ളപ്പൊക്കമായിട്ട് വീട്ടിലേക്ക് ഒഴുകി വന്നു. അന്നേരം ഞാൻ പിള്ളേരെ പോയി വിളിച്ച് ഇപ്പുറത്തേക്ക് കൊണ്ടുവന്ന് ആക്കിയിട്ട് ഞാൻ അതിൽ പോയി ഒന്ന് കിടന്നപ്പോൾ അവിടെ ഇരിക്കുമായിരുന്നു. എന്നിടത്തേക്ക് എൻ്റെ തലയിൽ കൂടി മണ്ണ് മൊത്തം കല്ല് എല്ലാം കൂടി ഇടിഞ്ഞ് എൻ്റെ തല മൊത്തം വീണ് ഞാൻ മൂടിപ്പോയി. പിന്നെ അയലൊക്കെ ആൾക്കാർ ഒരു ചെറുക്കൻ ലാലെന്ന് പറഞ്ഞ് ചെറുക്കൻ വന്ന് എന്നെ ചേച്ചി എവിടെയാന്ന് ചോദിച്ചപ്പോൾ ഒച്ച എടുത്തപ്പോൾ ഞാനിവിടെ ഉണ്ട്, എങ്ങനെയെങ്കിലും വന്ന് എന്നെ രക്ഷപ്പെടുത്തുമെന്ന് പറഞ്ഞപ്പോൾ പിള്ളേരെല്ലാം അവിടെ ഉള്ള അയലക്കത്തെ ആൾക്കാർ മൊത്തം വന്ന് എന്നെ മണ്ണിൻ്റെ അടിയിൽ നിന്ന് തൂമ്പൊക്കെ എല്ലാം കൊണ്ടുവന്ന് എടുത്തതാണ്. മഴയ്ക്ക് മാനം കറുക്കുന്നതോടെ ക്യാമ്പിലുള്ളവരുടെ ആശങ്കയും വർദ്ധിക്കും. രാത്രി 12 ആയപ്പോൾ ഉരുൾപൊട്ട് സംഭവിച്ചു പോയി. ഞങ്ങളവിടെ മൊത്തം 8 കുടുംബക്കാരുണ്ട്. ആ 8 കുടുംബക്കാർക്ക് ഭയങ്കര ഭീഷണിയാണ്. ഞാൻ താമസിക്കുന്ന തൊട്ട് മേളിൽ റിസോർട്ടുണ്ട്. അതിന് പൊട്ടലിന് വേണ്ടി തള്ളിയിരിക്കുക. അതിൻ്റെ അടിക്കലൊക്കെ കണ്ടമാനം വെള്ളം വരിക. ഇതിനൊക്കെ ഞങ്ങളൊക്കെ പാവപ്പെട്ടവരാണ്. ഞങ്ങളെ കൊണ്ടൊന്നും നിർത്താനോ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കൊച്ചു പിള്ളേർ എല്ലാം കുഞ്ഞു പിള്ളേരാണ്. അതുങ്ങളെല്ലാം താമസിക്കുന്ന അവിടെയാണ്. ഈ രാത്രി 8 എടുത്തുകൊണ്ട് ഓടാനോ അതിലിനും ചാടിപ്പൊടി ഒന്ന് ഓടി നടക്കാൻ ഞങ്ങൾക്ക് ഒരു വഴിയില്ല. അതുകൊണ്ട് സർക്കാർ ഞങ്ങൾക്ക് എന്തെങ്കിലും സഹായം ചെയ്ത് ഇതിനെന്തെങ്കിലും തീരുമാനം ഉണ്ടാക്കി തരുമെന്ന് അപേക്ഷിക്കുകയാണ്. ആരോഗ്യ പ്രവർത്തകരടക്കം ക്യാമ്പിലെത്തി വേണ്ട ഇടപെടലുകൾ നടത്തി വരുന്നുണ്ട്. മൂന്നാറിൽ പ്രവർത്തിക്കുന്ന ക്യാമ്പിൽ നിലവിൽ 19 കുടുംബങ്ങളിൽ നിന്നായി 42 പേരുണ്ട്. ഉടുമ്പൻചോല താലൂക്കിൽ 2 ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നു. പാറത്തോട് കമ്മ്യൂണിറ്റി ഹാളിലും ഖജനാപ്പാറ സർക്കാർ സ്കൂളിലുമാണ് ക്യാമ്പുകൾ പ്രവർത്തിച്ചു വരുന്നത്. ന്യൂസ് ബ്യൂറോ, ദേവികുളം. 5 വർഷമായി തൊടുപുഴ മങ്ങാട്ടുകവല 4 പാതയിൽ പ്രവർത്തിക്കുന്ന റോയൽ ഗാർഡൻ കാർഷിക ഉദ്യാന നഴ്സറിയിൽ നിന്നും പൂച്ചെടികൾ, ഫലവൃക്ഷത്തൈകൾ, പച്ചക്കറി തൈകൾ, വിത്തുകൾ, ജൈവവളങ്ങൾ, ജൈവ കീടനാശിനികൾ, മൺപാത്രങ്ങൾ, കാർഷിക ഉപകരണങ്ങൾ തുടങ്ങിയവ മിതമായ നിരക്കിൽ ലഭ്യമാകും. മണ്ണുത്തി വിത്തുകളും തൈകളുമാണ് ഇവിടുത്തെ പ്രത്യേകത. അരുൺ അരിക്കുഴ തയ്യാറാക്കിയ റിപ്പോർട്ട്. 5 വർഷമായി തൊടുപുഴ മങ്ങാട്ടുകവല 4 പാതയിൽ പ്രവർത്തിക്കുന്ന റോയൽ ഗാർഡൻ കാർഷിക ഉദ്യാന നഴ്സറിയിൽ നിന്നും പൂച്ചെടികൾ, പൂച്ചട്ടികൾ, ഇൻഡോർ പ്ലാന്റുകൾ, ഔട്ട്ഡോർ പ്ലാന്റുകൾ, ലാൻഡ്സ്കേപ്പിംഗ്, ഇമ്പോർട്ടഡ് പ്ലാന്റ്സ്, വളങ്ങൾ, ഗാർഡനിംഗ് ടൂൾസ്, ഫലവൃക്ഷ തൈകൾ, പച്ചക്കറി തൈകൾ, വിത്തുകൾ, ജൈവവളങ്ങൾ, ജൈവ കീടനാശിനികൾ, മൺപാത്രങ്ങൾ, കാർഷിക ഉപകരണങ്ങൾ തുടങ്ങിയവ മിതമായ നിരക്കിൽ ലഭ്യമാകും. മണ്ണൂത്തി വിത്തുകളും തൈകളുമാണ് ഇവിടുത്തെ പ്രത്യേകത. കാട് വെട്ടിക്കൊടുക്കൽ പോലുള്ള സേവനങ്ങളും ഹോം ഡെലിവറി സംവിധാനവും റോയൽ ഗാർഡനിൽ ഉണ്ട്. കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 8181111212 8157877292.
ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വണ്ണപ്പുറം 40 ഏക്കറിൽ സംസ്ഥാന പാതയുടെ ഭാഗമായ കലിംഗ് അതീവ അപകടാവസ്ഥയിൽ ദിവസേന ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന ഇവിടെ കലിംഗിന്റെ കോൺക്രീറ്റ് ദ്രവിച്ച് അടർന്നു മാറിയിട്ടും ഉദ്യോഗസ്ഥർ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്ന് നാട്ടുകാർ ആരോപിച്ചു. കരിമണ്ണൂർ റോയൽ ലയൺസ് ക്ലബിന്റെ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും പുതിയതായി ചേർന്ന അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയും കുടുംബയോഗവും വനിതാ ഫോറം രൂപീകരണവും നടന്നു. പ്രസിഡന്റായി ജോസഫ് മാത്യു വടക്കേൽ, സെക്രട്ടറിയായി ജോയി ജോസഫും ട്രഷററായി ഷൈജൻ ടി.ആറും സ്ഥാനമേറ്റു. പൂച്ച ചത്തുകിടന്നറിയാതെ ആ വെള്ളം ഉപയോഗിച്ച് ഭക്ഷണം പാകം ചെയ്ത് വിൽപ്പന നടത്തിയെന്ന് കരുതുന്ന വണ്ടിപ്പെരിയാർ ടൗണിലെ 5 വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചിടാൻ പഞ്ചായത്ത് ആരോഗ്യവകുപ്പ് അധികൃതർ നിർദ്ദേശം നൽകി. ജോയിന്റ് കൗൺസിൽ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വെള്ളിയാമറ്റം പഞ്ചായത്തിൽ പച്ചക്കറി കൃഷി ആരംഭിച്ചു. ജോയിന്റ് കൗൺസിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് വി.കെ. ജിൻസ് പച്ചക്കറി കൃഷിയുടെ ഉദ്ഘാടനം നടത്തി. മൂലമറ്റം ബിഷപ്പ് വയൽ മെഡിക്കൽ സെന്റർ സുവർണ ജൂബിലിയുടെ ഭാഗമായി വിപുലീകരിച്ച് പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റി പ്രവർത്തനം ആരംഭിച്ചു. തിരുഹൃദയ സന്യാസി സ്ഥാപക പിതാവായ ധന്യൻ കതിലക്കാട്ടിൽ മത്തായച്ചന്റെ നാമത്തിൽ സ്ഥാപിച്ചിരിക്കുന്നതാണ് ഈ കെട്ടിടം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.